നമസ്കാരം. വണ്ടിക്ക് ബ്രേക്ക് അല്പം കുറവാ. ചെക്കപ്പ് ചെയ്ത് വൈകിട്ട് തന്നെ കിട്ടണം. ശരി. പിന്നെ വണ്ടിയില്ല, ബന്ധാണ്. സാറെങ്ങനെ പോവും? കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ വൈകിട്ട് വരാം. ഓ കേവളേ, ഇതിന്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കണം. ശരി, ഞാൻ ഓടിച്ചോ അങ്ങനെ. വെള്ളയമ്പലത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ബസ്സൊന്നുമില്ല, ഡബിൾ ചാർജ് എന്നാ മതി. സാറ് വരുന്നു. ഇവിടെ നിന്നാൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കേറ്. പൈസ എടുത്തേക്കണം എല്ലാവരും. ഇതെടുക്കൂ. രാജൻ സാറേ, വേഗം പോണം. ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ? അപ്പം നിന്നാ പോരാ, കുഴി കാണണോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. സ്വന്തമാ. താൻ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തോ? താൻ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോന്ന് താനാണോ അറിയേണ്ടത്? വണ്ടി വർഷാപ്പിൽ വിട്. ഇന്ന് തന്നെ തന്നെ പണി ഞാൻ തീർത്തരാം. എന്റെ പൊന്ന് സാറേ, എന്നോട് ക്ഷമിക്കണം. ഒരബദ്ധം പറ്റിപ്പോയതാ. 3 പിള്ളേർ, ഒരു ഭാര്യ എനിക്കുള്ളതാ. എന്നെ ചതിക്കരുത്. ഇനി ഈ വൃത്തിയോട് ഞാൻ ചെയ്യത്തില്ല. ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാ. ഇവനെയാ എനിക്കിപ്പോൾ ആവശ്യം. തീർച്ചയാണോ? തീർച്ച. ശരി, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. പക്ഷെ താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം ചെയ്തിരുന്നു സാറേ? എന്നെ രക്ഷിക്കണേ. ഇതാണ് അഡ്രസ്. ആളിന്റെ പേര് രാമൻ മേനോൻ, മകളുടെ പേര് ശോഭ. പുള്ളി ദയാനന്ദ സ്വാമി തിരുവടികളുടെ പ്രിയഭക്തരാണ്. സ്വാമികൾ 6 മാസം കൂടുമ്പം ഒരിക്കലേ അവിടെ ചെല്ലാറുള്ളൂ. താൻ സ്വാമികളുടെ ശിഷ്യനായി അവിടെ ചെല്ലണം. റേറ്റ് കൂടും, അകത്താകുന്ന കേസാ. വേണ്ടത് ഞാൻ തരാം. താൻ രാമൻ മേനോനോട് അയാളുടെ മകളുടെ ഭാവി ഭർത്താവിനെ കുറിച്ച് അടിച്ചു പൊക്കി പറയണം. എന്നിട്ട് ആ ആളെ മറ്റന്നാൾ രാവിലെ 6 മണിക്ക് ആനപ്പാറയ്ക്ക് മുകളിൽ മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും ധരിച്ചു നിൽക്കുന്നത് കാണാമെന്നും പറയണം. മഞ്ഞ ഷർട്ടും കറുത്ത പാൻറ്റും. അതെ, മഞ്ഞ ഷർട്ടും കറുത്ത പാൻറ്റും. മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും. ഞാൻ നാരായണ 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 രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ. നമസ്കാരം. ഹരേ രാമ. ആരാണാവോ? ഇങ്ങോട്ട് ഇരിക്കാം. രാമ രാമ ഹരേ 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 രാമ ഹരേ. ദയാനന്ദ സ്വാമി തിരുവടികളുടെ വടിയാൻ. വടിയും? അല്ല, അടിയനാണ് ഞാൻ, ശിഷ്യൻ. ആഗമനോദ്ദേശം? ദുരുദ്ദേശം. ഗുരോപദേശം. അതായത് ഗുരു താങ്കൾക്ക് ഒരു ഉപദേശം തന്നയച്ചിരിക്കുന്നു. എന്താണാവോ? താങ്കളുടെ ഭാവി മരുമകനെ ഗുരു ജ്ഞാനദൃഷ്ടിയിൽ കണ്ടിരിക്കുന്നു. അതെയോ? നാളെ കാലത്ത് കുളിച്ച് സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ആനപ്പാറയുടെ മുകളിലെത്തിയ അവിടെ ഇളം നീല ഷർട്ടും പാൻസും ധരിച്ച ഒരാളെ കാണും. അതാദ്യം ഓർക്കുക. ഇളം നീല ഷർട്ടും ഇളം നീല പാൻസും. ഏത് നിമിഷവും കേരള മുഖ്യമന്ത്രി വരെയാകാൻ സാധ്യതയുള്ള അദ്ദേഹത്തെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് ആ മഹാലക്ഷ്മിയെ പുറങ്കൈ കൊണ്ട് തട്ടിക്കളയുന്നത് പോലെയാ. ബാക്കിയെല്ലാം ഞാൻ മകളുമായിട്ട് ആലോചിച്ചോളാം. ഹരേ രാമ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ. പ്രേം, നിനക്കൊരു കാര്യം കേൾക്കണം. പറയാതെ തന്നെ അറിയാം. ഒരു പെണ്ണിന്റെ കാര്യമല്ലേ? അതല്ല, പിന്നെ പനിനീർ പൂ പോലത്തെ ഒരു പെണ്ണ്. അവൾ ചിരിക്കുമ്പോൾ 1000 വെള്ളി നക്ഷത്രങ്ങൾ ചിതറും.
അവളുടെ കണ്ണുകളിലെ മാന്ത്രിക ശക്തി ആരെ ആകർഷിക്കും? അയ്യോ, വല്ല മാജിക് ആയിരിക്കും. വശക്കേടാവരുത്. അവള് നിന്നെ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആക്കിയിട്ടങ്ങ് പോകും. പിന്നെ ബാവോ ഇവിടെയൊക്കെ നടക്കാം. ഒന്ന് പോടാ. 100% നോൺ റൊമാൻറ്റിക് ആണ് നീ. എന്റെ സ്വപ്നത്തിലെ നായികയെ ഞാൻ കണ്ടുമുട്ടി. മൈ ഡ്രീം ഗേൾ, മൈ സ്വീറ്റ് ഹാർട്ട്. അതേടാ, ഇപ്പോ എനിക്കൊരു ഉണർവുണ്ട്. ജീവിതത്തിന് എന്നെ ഒരർത്ഥം വന്നു എന്ന തോന്നൽ. അവളെ എനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. നിന്റെ ഈ പാട്ട് പെമ്പിള്ളാരെ മയക്കുന്ന ഏർപ്പാടാ. ഒന്നാമത് അവൾ ഇതുവരെ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. എനിക്ക് ഏതായാലും ഒന്ന് ആയി കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ. അവളല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഇനി വരികയില്ല. പേരും നാളൊന്നും ചോദിക്കണ്ട. നിന്റെ മാനസാന്തരത്തിൽ എനിക്ക് വലിയ വിശ്വാസവുമില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിനി മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല. എവിടെയോ കണ്ടൊരു മുഖപരിചയം. അമേരിക്കയിലാണ്. ഞാൻ അവിടെയും വന്നിട്ടില്ല. സ്വിറ്റ്സർലൻഡ് ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. വല്ല ബിസിനസ് കോൺഫറൻസിലോ അല്ലെങ്കിൽ പത്രത്തിൽ ഗവർണറുടെ കൂടെയോ മറ്റോ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ല. ഏതായാലും നേരിട്ട് കണ്ടതിൽ സന്തോഷം. എന്റെ വീട് ഇവിടെ അടുത്താ, ഒന്ന് കേറിയിട്ട് പോവാം. ആയിക്കോട്ടെ, വീട്ടുകാരെല്ലാം പരിചയപ്പെടാം. എന്റെ പേര് 8 വീട്ടിൽ ചിട്ടി രാമമേനോ. ശോഭ ചിറ്റ് ഫണ്ട്സ് രജിസ്റ്റേഡ്. എന്റെയാ. ഞാൻ വാലുപറമ്പിൽ എൻ പുരുഷോത്തമൊക്കെ. ഓഹോ, ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാണ്. അത് ശരി, വരൂ. എടാ, വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളെ വെച്ചു എന്ന് പറഞ്ഞ പോലെ. എടാ എരപ്പേ, നിന്നെ എടുത്തോളാം. സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നിന്നെ ഞാൻ പുറത്താക്കും. എന്റെ പൊന്നു മുതലാളി, ഇദ്ദേഹം കള്ളം പറയുക. ഇദ്ദേഹം എന്നെ പിടിച്ചെന്നല്ലേ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് തൊണ്ടി സെക്രട്ടറി എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല? അത് ഇയാളുടെ ഭാര്യയും കൊല്ലം വിചാരിച്ചു വിട്ടതാ. കണ്ടോ, ഇപ്പോഴേ കള്ളമാണെന്ന് മനസ്സിലായില്ല മുതലാളി. ഞാൻ കല്യാണം കഴിക്കാത്തതാണെന്ന് മുതലാളിക്ക് അറിഞ്ഞുകൂടെ? സാറിന് ആള് മാറിപ്പോയതാ. ഇവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നവനല്ല. ചെയ്യൂടാ. പ്രേം സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ആ തിയേറ്ററിനുള്ളിൽ ഞാൻ മാത്രമായിരുന്നെങ്കിലെന്ന്. അതെന്താ അത്ര ബോറായിട്ടാണോ ഞാൻ പാടുന്നത്? അല്ലെന്നേ, ഓരോ പെൺപിള്ളേരുടെ നോട്ടം കണ്ടാൽ തോന്നും ഇപ്പം പ്രേമിനെ കൊത്തിക്കൊണ്ടു പോകുന്നു. പിന്നെ ഞാൻ നിന്റേത് മാത്രമാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രേം എന്റേത് മാത്രമല്ലേ? ശ്രീകൃഷ്ണന്റെ ജാതകമാണ് എന്റേതും. ഭാര്യമാർ 16,008 കേൾക്ക്. ഇന്നലെ 25 ലവ് ലെറ്റർ വന്നു. എല്ലാത്തിനും മറുപടി അയച്ചു. കണ്ടുമുട്ടാനുള്ള സ്ഥലവും സമയവും വരെ ഫിക്സ് ചെയ്തു. ശോഭയേക്കാൾ സുന്ദരിയായി ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ശോഭേ, ശോഭേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കൂ. മകളെവിടെ? അവളിപ്പോ വരും. കോളേജ് വിട്ടാലും സ്വല്പം ബാഡ്മിന്റൺ കളിച്ചതിന് ശേഷമേ അവള് വരും. വേണം വേണം, പെൺകുട്ടികളായ കളിക്കണം. അമേരിക്കയും ഫ്രാൻസിലും ഒക്കെ അങ്ങനെയല്ലേ? എനിക്കൊന്ന് കളിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ നോ ടൈം. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. അതാത് ദിവസം എന്റെ പേഴ്സണൽ കണക്ക് നോക്കാൻ തന്നെ ഒരാളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഞാൻ പരസ്യം ചെയ്തിരിക്കുക. അല്ലാതെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഞാനെന്താ ചെയ്യാ? എന്താ? പത്രത്തില് ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റിനെ വേണമെന്ന് പരസ്യം കണ്ടു. ഞാൻ ബികോം വരെ പഠിച്ചിട്ടുണ്ട്. ഓഹോ, അകത്തേക്ക് വരൂ.
എന്താ പേര്? നാരായണൻ. ഇതാ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. എടാ, നീ എന്റെ തന്ത കളിച്ചാലേ ഞാൻ നിന്റെ അപ്പൂപ്പൻ തന്ത കളിക്കും. പേര് കൊള്ളാം. ഭഗവാന്റെ പേര് അല്ലേ? നാരായണൻ. ഇക്കാലത്തെ കള്ളന്മാരെയെല്ലാം ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കണ്ടിട്ട് ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും നാളെ മുതൽ ജോലിക്ക് വന്നോളൂ കേട്ടോ. വലിയ ഉപകാരം. മോളെ, ഇത് മിസ്റ്റർ കൈമൾ, വലിയ ബിസിനസ്സുകാരനാണ്. നമസ്കാരം. ഇതെന്റെ കണക്കുകളെല്ലാം എഴുതാനായിട്ട് പുതിയതായി നിയമിച്ച ആളാ മിസ്റ്റർ നാരായണൻ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം. എന്നാ പോയി റെസ്റ്റ് എടുക്കൂ. എന്റെ മകളാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ സാറേ, ഞാൻ ഇറങ്ങട്ടെ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നിന്നോണം. ഓ ശരി. നിൽക്കുകയും ചെയ്യും, നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യണം.